എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും വരുൺ എന്റേത് മാത്രമാണ്. കൊള്ളാലോ, ആളപ്പോ പുലിയായല്ലോ. പിന്നെ ആവാതെ എത്ര നാളെന്ന് വെച്ചാൽ ഇതൊക്കെ സഹിക്കുന്നത്? കുറ്റിച്ചൂലെടുത്ത് അടിച്ചു പുറത്താക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടല്ല. വരുണിന്റെ പേരിൽ അവര് കേസ് കൊടുത്താലോ എന്ന് പേടിച്ചിട്ടാ. ആ, അപ്പൊ എനിക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്താനൊക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്. വേണമെങ്കിലേ ആരെങ്കിലും കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തി കാണിക്കേ, എന്നിട്ട് വരുണിനെ എന്തേലൊന്ന് പറയാൻ പറഞ്ഞേ. അപ്പൊ കാണിച്ചു കൊടുക്കും ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന്. എന്റെ അമ്മോ, ഇത് ഗംഭീരമാണല്ലോ. എന്ത് ചെയ്താലും മതിയാവില്ല, അത്രയ്ക്ക് കടമുണ്ട് എനിക്ക് വരുണിനോട്. ആഹാ, എന്നെ ചുമന്നോണ്ട് ഇങ്ങനെ നടക്കുന്നില്ലേ ഒന്നിനും കൊള്ളാത്തൊരുത്തിയെ. അരികിലൂടെ വണ്ടി ഓടിച്ച് കൈ എത്തിച്ചാലേ നല്ല വടി കിട്ടും. അത് വെച്ച് 2 തരുവേ. എടി പെണ്ണെ, ഈ നമ്മൾ അല്പം കുറഞ്ഞവരാണ്, നമുക്ക് ചില കുറവുകൾ ഉണ്ടെന്ന കോംപ്ലക്സ് നമ്മുടെ കല്യാണം വരെയായിരുന്നു. അത് കഴിഞ്ഞ് അത് പാടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ രാധിക മിസ്സിസ് വരുണല്ലേ? വരുണിന് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഉടമയാണ് താനും. പിന്നെ എങ്ങനെ താൻ ചെറുതാവുന്നേ? എടോ, നമ്മൾ സമമാണ്. ജീവിതത്തിൽ എപ്പോഴും അതങ്ങനെ തന്നെയായിരിക്കും. അവിടെയുള്ളവര് മുഴുവൻ കലിയിളകി നിൽക്കുക സാറേ. അമ്മാതിരി കള്ളത്തരമല്ലേ പൊളിഞ്ഞത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റില്ല. അതിന് നിങ്ങളോട് ഇപ്പൊ അങ്ങോട്ട് പോവാൻ ആരാ പറഞ്ഞേ? സാർ എന്തായി ഉദ്ദേശിക്കുന്നത്? ഇവരുടെ കാര്യത്തിൽ ആറ്റുവാശ്ശേരിയിൽ നിന്നായാലും കണിമംഗലത്ത് നിന്നായാലും ഇവരോട് ഇനി ആരും അടുപ്പമൊന്നും കാട്ടില്ല. പ്രിയങ്കയുടെ ഈ കണ്ടീഷനിൽ ഒരു സിമ്പതിയും തോന്നില്ല. ഗൗതം, ആ ഫോൺ വാങ്ങി ഓഫ് ചെയ്യും. കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയ 2 പേരും സ്വാഭാവികമായും ആറ്റുവാശ്ശേരിയിലെത്തും എന്നവര് പ്രതീക്ഷിക്കുന്നു. എത്താതാവുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. നേരം കൂടുതൽ വൈകും തോറും ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അന്വേഷിക്കണമെന്ന് തോന്നും. അതിനുവേണ്ടി നാട് മുഴുവൻ ഓടി നടക്കും. എനിക്ക് തോന്നുന്നില്ല സാറേ, അവൻ അങ്ങനെ ഒരു സ്നേഹമൊന്നുമില്ല. നിങ്ങളോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല, നിങ്ങളെങ്ങാനും ചത്തുപോയാലോ എന്ന് കരുതി നോക്കുന്നതാ. അതേ അവസ്ഥ തന്നെയായിരിക്കും കണിമംഗലത്ത്. ഇപ്പോ നിങ്ങളെ ഇറക്കി വിട്ടതിന്റെ പേരിൽ അവർ സന്തോഷിക്കും. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോ അവിടെയുള്ളവർ ആറ്റുവാശ്ശേരിയിലേക്ക് വരും. നിങ്ങൾ അവിടെ എത്തിയോ എന്ന് ചോദിക്കും. ഇല്ലെന്നറിയുമ്പോ കണിമംഗലത്തുകാരുടെ ടെൻഷൻ തുടങ്ങും. ഒരു ഭാഗത്ത് കണിമംഗലത്തുകാരുടെയും മറുഭാഗത്ത് ആറ്റുവാശ്ശേരിക്കാരുടെയും ടെൻഷൻ. അതാ ഇക്കാര്യത്തിൽ വേണ്ടത്. അല്ല, ഇത്രയും ടെൻഷൻ വെച്ചിട്ടേ സാർ എന്ത് ചെയ്യാൻ പോവാ? എനിക്കും വ്യക്തമായില്ല സാറേ. എടോ, ഒരു കാരണവശാലും ഇവർക്ക് നേരെ ചെന്ന് കണിമംഗലത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോ അതിനൊരു നാടകം അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചല്ലേ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. നാടകോ? എന്ത് നാടകം? അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം കണിമംഗലം ആറ്റുവാശ്ശേരി ഒന്ന് ചൂടുപിടിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് അനുസരിച്ചാ മതി. നിങ്ങളെ കണിമംഗലത്തുള്ളവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ പറഞ്ഞേ? ഏയ് അല്ല സാറേ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ സാറ് പറയുന്നത് കൊണ്ട്. നിങ്ങൾ വലിയ ബുദ്ധിമതിയാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അല്ല, ഞങ്ങളെ എന്തിനു വേണ്ടി ഇവിടെ എത്തിച്ചിരിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും ഈ പുഴയിൽ ചാടി ചാവാൻ പോവുക. എന്താ പുഴയിൽ ചാടി ചാവാനോ? ദേ സാറേ,
മനുഷ്യനെ വിളിച്ചു വരുത്തിട്ട് ഒരുമാതിരി വേണ്ടാതീനം പറയരുത്. അല്ല മുത്തശ്ശി, നീ പോടാ അവിടുന്ന്. രക്ഷിക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുക. നീ വാടി മോളെ. നിങ്ങൾ അവിടെ നിക്ക്, ഞാൻ പറയുന്നു കേക്ക്. താൻ പോടാ അവിടുന്ന്. താൻ പണ്ട് വലിയ പോലീസുകാരനായിരുന്നിരിക്കും, ഇപ്പൊ താൻ പോലീസ് ഒന്നും അല്ലല്ലോ. ദേ സുകുമാരിയെ പേടിപ്പിക്കാൻ നോക്കല്ലേ. പേടിപ്പിച്ചാലേ താൻ വിവരം അറിയും. എന്റെ ഗൗതം, ഇവർക്ക് കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്ക്. മുത്തശ്ശി, കായലിൽ ചാടണോന്ന് പറഞ്ഞാ നിങ്ങളത് ചെയ്യണോന്നില്ല. പിന്നെ നിങ്ങളെ രണ്ടുപേരെയും കണിമംഗലത്ത് തിരിച്ചെത്തിക്കാനുള്ളൊരു നാടകമാണ്. ഞങ്ങളത് പ്ലാൻ ചെയ്തിരിക്കുക. അത് CI സാറ് പറയും. കണിമംഗലത്ത് നിന്ന് പുറത്താക്കപ്പെട്ട നിങ്ങൾ പല ആത്മഹത്യാ ശ്രമങ്ങളും നടത്തി. എപ്പോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഒരുപാട് ആത്മഹത്യാ ശ്രമങ്ങൾക്കൊടുവിൽ നിങ്ങൾ ഈ പുഴയ്ക്ക് അരികിലെത്തി ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പുഴയിലേക്ക് എടുത്തു ചാടി. എനിക്ക് വെള്ളം പേടിയാ മുത്തശ്ശി. അതിനോട് ആദ്യം അവിടെ മിണ്ടായിരിക്കാൻ പറ. വരുണിനെ രാധികയും കൃത്യസമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കും. അവര് വന്ന് കാണുന്നത് പുഴയിൽ ചാടി ചാകാറായ നിങ്ങളെ നാട്ടുകാർ രക്ഷിച്ച് കരക്കിടുന്നതായിരിക്കും. അല്ല, എന്നിട്ട്? അല്ല, വരുണിന് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വരും. അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും. എനിക്കെന്തോ നിങ്ങളെ രണ്ടുപേരെ അത്രയ്ക്ക് വിശ്വാസം തോന്നുന്നില്ല. അതെ, ഞങ്ങൾ അങ്ങ് തിരിച്ചു പോക്കോളാം. വാ. തിരിച്ചു പോയാലേ സ്വന്തം വീട്ടിൽ പോലും നിങ്ങളെ കയറ്റില്ല. പിന്നെന്താ, നിങ്ങൾ തെരുവിൽ ഇതുണ്ടോ? നിങ്ങൾ ഈ കായലിന്റെ നടുവിലേക്ക് എടുത്ത് ചാടുകയൊന്നും വേണ്ട. ഈ കായലിന്റെ അരികത്ത് മുങ്ങിക്കിടന്നാൽ മാത്രം മതി. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇവന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരൊക്കെ വലിയ നീന്തലുകാരാ. എടാ, സത്യമാണോടാ പിള്ളേരെ? നീന്താനൊക്കെ അറിയോ നിങ്ങക്ക്? ഓ, നമുക്ക് അറിയാം. പിന്നെ മുത്തശ്ശി, ഈ ഒരു ഐഡിയ അല്ലാതെ വേറൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. കണിമംഗലത്ത് നിങ്ങൾക്ക് തിരിച്ചു കയറണോ വേണ്ടയോ? ഇവക്ക് വരുണിന്റെ ഭാര്യയായിട്ട് തുടരണോ വേണ്ടയോ?